എബ്രഹാമാണ് സംസാരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന്. ഞാൻ പഴയ ഒരു കോൺഗ്രസ്സുകാരനാണ്. അന്ന് സി കേശവനെ ടി എം വർഗീസ് അക്കാലത്ത് ഞങ്ങൾ ജയ വിളിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാരായിട്ട് നടന്ന സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ. പക്ഷെ ഈ രാഹുലിന്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടുത്തെ വൈദ്യുതത്തിന് എനിക്ക് 98 വയസ്സുണ്ട്. ഞാൻ പഴയ കോൺഗ്രസിന് അടിച്ചുറച്ചു നിന്ന ഒരു മനുഷ്യനാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഞാനിതെല്ലാം കേട്ടോണ്ടിരിക്കുക. ഈ സതീശനെയും ഇവരെ അവിടുന്ന് ഇപ്രാവശ്യം നിർത്തരുത്, അവരെ തോപ്പിക്കണം, അത് മാത്രമേ എനിക്കുള്ളൂ. രാഹുലിന്റെ കാര്യത്തിൽ നിങ്ങൾ കാര്യമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് രാഹുലിനെ ഇത്രയും വേട്ടയാടിയത് ആരാന്നാ അപ്പച്ചന്റെ ഒരു വിശ്വാസം? സതീശൻ മാത്രം ഒരുത്തനാ. സതീശനാ. രാഹുൽ പഠിച്ചത് പത്തനംതിട്ട, ഞാനും പഠിച്ചത് പത്തനംതിട്ടയാ. എനിക്ക് 98 വയസ്സുണ്ട്. ഇപ്പോഴും ഞാൻ കോൺഗ്രസ്സുകാരനാ. ഞാൻ അക്കാലത്ത് ടി എം വർഗീസിന്റെ കാലത്ത്, സർസിപിന്റെ കാലത്ത് ഞങ്ങള് ഗാന്ധിജി ജലന്തൂർ വന്ന് നടത്തിയപ്പോഴും ഒക്കെ ഞങ്ങളുള്ള കാലമാണ്. ഇന്നും ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ വേറെ ഒന്നും പറയാനില്ല. സതീശനും ഇവർക്ക് രാഹുലിനെതിരായിട്ട് നിൽക്കുന്നവരെ തോപ്പിക്കണം, അത്രേ ഉള്ളൂ. ഞാൻ പാലക്കാട് ഞങ്ങൾ മങ്കര പറയും. ആ കുട്ടിക്ക് ഞങ്ങൾ ആരും വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരു പ്രാവശ്യം ആ കുട്ടീനെ വിളിച്ചതാണ് നമ്മുടെ ഫോൺ പരിപാടിയിലേ. ആ കുട്ടി ജയിച്ച ശേഷം ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇലക്ഷൻ സമയത്ത് ഞങ്ങൾ കൽപ്പാത്തി തേര്, ഞാൻ എൻ്റെ ജീവിതത്തിൽ, എനിക്ക് 64 വയസ്സായി, ജീവിതത്തിൽ ഞാൻ തേര് കാണാൻ പോയിട്ടില്ല. പക്ഷെ ഈ കുട്ടിയെ കാണാന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഞങ്ങൾ പോയി 12-1 മണി വരെ എന്നിട്ട് കാണാണ്ട് തിരിച്ചു വന്നു. അതിനുശേഷമാണ് ഈ ഫോൺ പരിപാടി നമ്മൾ കാണുന്നത്. അപ്പൊ ഞാൻ ആ കുട്ടീനെ വിളിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ വരാ, ചായയും കടിയൊക്കെ നിങ്ങൾ എടുത്തു വെക്കുക അമ്മയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മൾ ആ കുട്ടിയെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല, ഒന്നുമില്ല സാറേ. എന്തിനാ ഈ മഹാപാപികൾ എല്ലാവരും കൂടെ ആ കുട്ടീനെ ഇട്ടിട്ട് ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നത്? എന്തിന്? അതാണ് ചോദിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ മക്കളുള്ളതാ, നമുക്കൊക്കെ പേടിയാണ്. ഇപ്പൊ എല്ലാവരും പേടിയാണ്. ഇപ്പോ ആരും വിശ്വസിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഈ സതീശനെയും ചെന്നിത്തലയും അവനൊക്കെ മണ്ടടിച്ച് പൊട്ടിക്കേണ്ട സമയം എന്നോ കഴിഞ്ഞു പോയി. മുരളിഞ്ഞൊക്കെ എന്നിട്ട് നാണമില്ലാതെ ഇവന്മാർ ഈ യാത്ര, കേരളത്തെ രക്ഷിക്കാന്ന് പറഞ്ഞ യാത്ര നടന്നു കാണുമ്പോ എന്തോ ഭാഗത്ത് കൂടെ ഒന്ന് വരണം. ഇവരുടെ ആ കുട്ടിനെ ചീമുട്ട കൊണ്ട് എറിയിപ്പിച്ചല്ലോ. ഇവർക്കൊന്നും ചീമുട്ട കൊണ്ടല്ലേ ഏറ് കിട്ടുക ഞങ്ങളുടെ അടുത്ത് വന്നാല്. എന്തിനാ പറയണ? ആ പെറ്റതള്ളയുടെ കണ്ണീർ നമുക്ക് ആലോചിച്ചിട്ട് എന്താ ഞാൻ പറയാ, നമുക്ക് ഊണിന്റെ ഉറക്കത്തില് നമ്മുടെ സങ്കടം. നമ്മൾ ഒരമ്മയല്ലേ, നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത അത്രയ്ക്ക് അവരുടെ കണ്ണീരുണ്ടെങ്കിൽ ഇവർക്ക് വെണ്ണീറാവില്ലേ? ഇവരെന്തിനങ്ങനെ നിക്കണ്? ഇവര് നമ്മുടെ മക്കളൊരു തെറ്റ് ചെയ്താൽ നമ്മൾ പൊറുക്കില്ലേ സാറേ? പൊറുക്കില്ലേ? അത് ആൺകുട്ടി ചെയ്താലും പെൺകുട്ടി ചെയ്താലും ഒരു പരിധി വരെ കഴിഞ്ഞ് നമ്മൾ, അവൻ ചെയ്തോ ചെയ്തില്ലോ അത് രണ്ടാമത്തെ കാര്യം. കാരണം അവൻ ഒരു ആൺകുട്ടിയല്ലേ. അവൻ ആരുടെ മീതെ പോയി വീഴാൻ പോയതല്ലോ, ആണോ? അവന്റെ മീതെ വന്നിട്ട് വീണതല്ലേ. എന്തിനാ ഈ ഇതുങ്ങളോ എല്ലാവരും കൂടെ ഈ ചാവാൻ പോണ ആൾക്കാർക്കൊക്കെ കസേര പണി 4-10 കസേര എടുത്തിട്ട് ഒരു ഹൈവേ റോഡിന്റെ പിന്നെ ഇവിടെ പോയി ഇരുന്നാൽ മതിയല്ലോ ഇവർക്ക് മുഖ്യമന്ത്രി കസേരക്ക്. ഈ വളർന്നു വരുന്ന കുട്ടികളെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? എന്തിന്? അതാണ് നമ്മൾ ചോദിക്കുന്നത്. പാലക്കാട് രാഹുൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വോട്ടില്ല എങ്കിലും ഞങ്ങൾ പറയണു, ആ കുട്ടി അല്ലെങ്കിൽ ഞങ്ങൾ അറിയുന്ന കുറേ പേരുണ്ട് പാലക്കാട്. നമുക്ക് ഒരു മനുഷ്യൻ വോട്ട് ചെയ്യില്ല, BJPക്കും ചെയ്യില്ല, ബഹിഷ്കരിക്കും. അത്രയേ ഉള്ളൂ. ഇവര് ഭരിക്കട്ടെ കുറെ ഇരുന്നിട്ട്. ഇവർക്കൊക്കെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആദ്യം ആയി എന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ശകലം വിദ്യാഭ്യാസം ക്വാളിഫിക്കേഷൻ ഉള്ള ആളല്ലേ, ഒരു വിധമൊക്കെ അങ്ങോട്ട് ഇതാവുമെന്ന് തോന്നി. പിന്നീട് നമ്മൾ ഇങ്ങനെ കാണും തോറും നമുക്കൊക്കെ ഇവരോട് വെറുപ്പാ. ആ ചെന്നിത്തല പ്രതിപക്ഷ മന്ത്രി ആയിരുന്നപ്പോഴും അതെ. എന്തിനാ ഇവരിങ്ങനെ ഈ കുലംകുട്ടികൾ ഇങ്ങനെ ഈ ഒരു വീട്ടിനകത്ത് ഇരുന്നിട്ട് കുത്തുന്നത്? എന്തിനാ ഞാൻ ചോദിക്കുന്നത്. എന്തിനാ ഇവര് ചെയ്യുന്നത്? ആ കുട്ടീനെ ഒരു അമ്മ പ്രസവിച്ചതല്ലേ, അവനൊരു കുടുംബമില്ലേ, അമ്മയും പെങ്ങന്മാരും ഇല്ല. ഞങ്ങൾ സർവേസിനോട് എന്നും ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇതിനെക്കാട്ടിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഞങ്ങൾക്കൊക്കെ ഉണ്ട് സാറേ. പക്ഷെ ഞങ്ങളൊക്കെ, എൻ്റെ കാര്യം ഞാൻ പറയണേ, ഞാനൊക്കെ എന്നും ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പൊ ഞാൻ ചെറുതായിട്ട് യൂട്യൂബിൽ അത് ഉള്ളതാണോ സത്യമാണോ സാറിൻ്റെ ഇതിലാണ് കണ്ടത്. രാഹുൽ മത്സരിക്കുന്നു കണ്ടു, അത് സത്യമാണോ എന്ന് അറിയില്ല. സത്യമായി വരാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊക്കെ. കോടി പൊന്നിയും കിട്ടും സാറേ. ഞാൻ ആ കുട്ടിയോട് നമുക്ക് ആ കുട്ടീനെ വിളിക്കേണ്ടി കിട്ടണില്ല. ആ മകൻ ഞാൻ പറയുന്ന സത്യത്തിൻ്റെ വഴി കൂടെ ഇന്ന് പോയിട്ടൊന്നും കാര്യമില്ല സാറേ. നമ്മൾ ഈ സത്യം ഇന്ന് വരും, നാളെ വരും, പിന്നീട് വരുമ്പോഴേക്കൊക്കെ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞു പോകും. അപ്പൊ ആ കുട്ടിക്ക് മത്സരിച്ചൂടെ? അതാ പറയുന്നത്. കോടതി തീരുമാനിക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ. അവൻ തെറ്റ് ചെയ്തോ ശരി ചെയ്തോ അവരെന്തിനൊക്കെ നീതി നിയമം ഇതൊക്കെ എന്തിനു വെച്ചിരിക്കുന്നത്? ജുഡീഷ്യറിയൊക്കെ എന്തിനാണ്? ഒന്ന് പറഞ്ഞ സാറേ, ഒന്ന് നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞ
ഞങ്ങൾക്ക് വല്ലാത്തൊരു സങ്കടമാണോ സന്തോഷമാണോ എന്നൊന്നും അറിയില്ല. ഞാൻ എന്നിട്ട് നമുക്ക് അറിയുന്നവരെയൊക്കെ വിളിച്ച് ചോദിക്കും, ഒന്ന് പറയുക കുട്ടികളുടെ അടുത്ത്, ഒന്ന് പറയുന്നു നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമുക്ക് സാറിന്റെ ഞങ്ങൾ കുറേ ദിവസം കാണാതിരുന്നപ്പോൾ ഞാനൊക്കെ വിചാരിച്ചു സാറിന് എന്തെങ്കിലും കുഴുകി പൊട്ടുപോയോന്ന്. എനിക്കെതിരെ ഈ പറഞ്ഞ പോലെ എനിക്കെതിരെ 4 കേസുകൾ ജാമ്യമില്ലാ വകുപ്പിട്ട് എനിക്കെതിരെയും ചാർത്തി എന്നെ അറസ്റ്റ് ചെയ്യാൻ ഓടി നടക്കുകയായിരുന്നു. ഞാൻ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അല്ലെങ്കിൽ ഇവരെ എടുത്തകത്ത് അറസ്റ്റ് ചെയ്തകത്തിട്ടേ സത്യം വിളിച്ച് പറ സാറേ. എല്ലാവരും ഇത് പഞ്ചായത്ത്, ഈ കോൺഗ്രസിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് തലം തൊട്ടിട്ട് നമ്മുടെ മുകളിലുള്ളത് വരെ ഈ കോൺഗ്രസ്സുകാർക്ക് ഇതൊരു ഇതുണ്ട്, ഈ പ്രശ്നമുണ്ട്. അത് ഞങ്ങളൊക്കെ അത് അനുഭവിച്ചവരാണ്, അല്ലാന്നൊന്നും ഞാനും പറയുന്നില്ല. നമ്മളും അനുഭവിച്ചതാണ്. നമ്മൾ ആക്റ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് തരം താഴ്ത്തും അവര്. എന്നിട്ട് മറ്റുള്ളവരെ അവർ പൊക്കും. ഇവരൊക്കെ ഈ ജന്മം നന്നാവില്ല, ഈ ജന്മം നന്നാവില്ല. ഞങ്ങളും എന്നും പറയും പട്ടാള ഭരണം പറ്റും, ഒരു ഭരണവും വേണ്ട, എന്തിനാണ് ഇതൊക്കെയാണ്. ഈ വരുന്ന കുട്ടികളെ ഞങ്ങൾക്ക് ആ ശ്രീനാദേവി കുഞ്ഞമ്മ, ആ കുട്ടി, ഈ രാഹുൽ, ഷാഫി, അങ്ങനെ കുറച്ച് പേരൊക്കെ നല്ല രീതിക്ക് വരുന്ന ഈ കുട്ടികൾ വന്നിട്ട് അങ്ങോട്ട് ഭരിക്കട്ടെ. ഇവരെന്തൊരു ചാവാൻ പോണവര് ശവപ്പെട്ടിയും കാത്തു കിടക്കുന്നവർക്ക് എന്തിട്ട് ഈ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നു? ഇവർക്ക് ഉണ്ടാക്കിയതൊന്നും പോരെ? ഇവരുടെ മക്കളൊന്നും ഇത് അനുഭവിക്കണ്ടേ സാറേ? അനുഭവിക്കണ്ടേ? അതിനുള്ള യോഗം ആദ്യം ഇവരൊക്കെ ഉണ്ടാക്കാൻ പറയും, എന്നിട്ട് മറ്റുള്ളവരെ ഇട്ട് കുത്താൻ പറയും. സ്വാധീനം അവന്റെ പറയുന്ന പെണ്ണുങ്ങൾ വന്ന് ഇതാക്കി കൊടുത്തിട്ട് അവസാനം ആ കുട്ടിക്കാണ് കേസും കൊണ്ട് വന്നിരിക്കുന്നു. കിട്ടിയിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ ഇതുങ്ങളെ കണ്ട് ചെയ്യോ അറിയോ? സ്വാധീശനായാലും ശരി, ഏതീശനായാലും ശരി. എന്നിട്ട് നമ്മുടെ കാസർഗോട്ടുകാരൻ ഒന്നുണ്ടല്ലോ ഉണ്ണിത്താന്റെ ഹിസ്റ്ററി ഭൂമിശാസ്ത്രം നമുക്ക് ആർക്കും അറിയില്ല. നമ്മളൊന്നും അങ്ങോട്ട് കടക്കണില്ല. ഞാൻ അന്നേ വിളിച്ചത് ഇങ്ങനെയും കൂടെ അല്ല ഞാൻ പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ കാസർഗോട്ടിലെയാണോ അതോ എവിടുത്തെ ഒരു ഗായത്രി പറഞ്ഞൊരു കുട്ടി, ഞാൻ പറയാനുള്ളത് മുഴുവൻ എന്റെ മനസ്സിനകത്ത് വെച്ചത് മുഴുവൻ ആ കുട്ടി പറഞ്ഞു അന്ന്. നിങ്ങളുടെയൊക്കെ ഒന്നും ഞങ്ങൾ ഈ ന്യൂസ് കാണുന്നതാ. ഞങ്ങളൊന്നും വീട്ടിൽ TV വെക്കാൻ അയച്ചില്ല. സാറേ നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും. സർവേശ്വരന്റെ ഒരു രക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വരട്ടെ എന്ന് നമ്മൾ ഇതിനോടൊപ്പം ആശംസിക്കുകയാണ്. പേര് അൻവർ, ഞാൻ മലപ്പുറത്താണ്. എന്താ പറയാനുള്ളത്, മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തുകൊണ്ട് തിരിച്ചെടുക്കുന്നില്ല? അതിനെക്കാട്ടി എത്ര പോരെ ഒരുപാട് മറ്റേ കുറ്റകൃത്യങ്ങൾ ചെയ്തവര് കോൺഗ്രസിലുണ്ട്. അവർക്ക് മറ്റേ അവന് തിരിച്ചെടുത്ത് ഓനക്കൊരു മറ്റേ സ്ഥാനാർത്ഥിയാക്കാനുള്ള എന്തെങ്കിലും ഒരു മറ്റേ സാഹചര്യം ഒരുക്കി കൊടുത്തൂടെ നേതാക്കന്മാർക്ക്? ഇവനെ സ്ഥാനാർത്ഥിയാകാതിരിക്കാനും നശിപ്പിക്കാനും വേണ്ടിയാണ് ഈ സതീശൻ ഈ പണിയെല്ലാം ചെയ്തത്. അങ്ങനെയുള്ള സതീശൻ അങ്ങനെ രാഹുലിനെ നിർത്താനുള്ള ഒരു അവസരം ഉണ്ടാക്കുവോ? അല്ലെങ്കിൽ ജനങ്ങൾ അതുപോലെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ടിരിക്കണം. ഇവന്റെ മണ്ഡലത്തിൽ തോൽപ്പിക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ജനങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ മാത്രമേ എന്ത് മാറ്റം വരത്തുള്ളൂ. ഏതെങ്കിലും ഒരു മറ്റേ പെണ്ണ് വന്നിട്ട് എന്തെങ്കിലും കണ്ട് വിളിച്ചു പറയുമ്പോൾ ഇതിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കലാണ്. എത്ര പോലെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ഇവൻ ഈ യാത്ര എന്ന് പറഞ്ഞ് വരുമ്പോ ഈ VD-സതീശനെ വിളിച്ചു നിർത്തി ചോദിക്കേണ്ടതാണ് ജനങ്ങൾ, അതാണ് ചോദിക്കേണ്ടുന്നത്. ഇത്രയും മിടുക്കനായ ഒരു നേതാവിനെതിരെ വെറും ആരോപണം വന്നപ്പോൾ അയാളോട് പോലും ഒരു വിശദീകരണം ചോദിക്കാതെ എന്തിനാണ് പുറത്താക്കിയത്? എന്നിട്ട് ഇയാൾക്കെതിരെ ഇപ്പോൾ ഇതാ CBI അന്വേഷണം വരാൻ പോകുന്നു പുനർജനി തട്ടിപ്പിനെതിരെ. വേറൊരു സ്ത്രീ ഇയാൾക്കെതിരെ ആരോപണം വന്നിട്ടും ഈ സതീശനെതിരെ എന്തെങ്കിലും അന്വേഷണം വന്നോ? പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ നടപടിയെടുത്തത്? സതീശൻ നടത്തുന്ന യാത്രയിൽ പ്രതികരിക്കണ്ടേ ജനങ്ങൾ? കോൺഗ്രസിന്റെ യുവത്വങ്ങൾ ഇറങ്ങണം എന്നുള്ള എന്റെ അഭിപ്രായം. യുവത്വങ്ങളെല്ലാം യുവത്വത്തിന്റെ എല്ലാം കൂമ്പൊടിച്ചു, ഇവരുടെ എല്ലാം കൂമ്പൊടിച്ചിട്ട് നടക്കുകയാണ് ഈ തൈക്കളവൻ. ആ മുരളിയൊക്കെ എന്താ പറയല്? ഓനൊക്കെ എന്തെങ്കിലും ചെറിയ ഒരു സംഭവം വന്നപ്പോൾ ഓനെ ഇറങ്ങി അവിടുന്ന് തിരുവനന്തപുരം അങ്ങനെ. ഇതിപ്പോ ഇവരെ സതീശന്റെ ഒക്കെ വിചാരം മറ്റേ കോൺഗ്രസ് ഇപ്പൊ ഇങ്ങനെ ജയിക്കണത് ജനങ്ങള് ഇടതുപക്ഷത്തിന് മടുത്തതുകൊണ്ടാണ് ഇപ്പൊ മറ്റേ ഇതാക്കണത്. എന്ത് കോൺഗ്രസ് ജയിച്ചു, അതിന്റെയും കൂടെ പിതൃത്വം സതീശൻ ഏറ്റെടുത്തേക്കുക. സതീശന്റെ മിടുക്കം കൊണ്ടാണെന്നാണ് സതീശൻ അവകാശപ്പെടുന്നത്. ഒരിക്കലും അല്ലട്ടാ. ഈ ഭരണവും ജനങ്ങള് എന്താ പറയാ അത്രയും മറ്റേ വെറുപ്പിക്കണ്. അതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ആരും കോൺഗ്രസിന് വോട്ടും ചെയ്യൂല, ഒന്നും ചെയ്യൂല. രാഹുൽ മാങ്കട്ടത്തിന് തിരിച്ചു കൊടുന്ന് അവനക്ക് മറ്റേ എന്താ പറയാ അവനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള എന്തെങ്കിലും ഒരു ഇത് ജനങ്ങളെല്ലാരും കൂടി മറ്റേ ജനങ്ങൾ ഇതുപോലെ ശക്തമായിട്ട് പ്രതികരിക്കുക. ലോകം അറിയട്ടെ. ജോർജ് പാലായെന്ന് വിളിക്കാറ്. എനിക്കൊന്ന് പറയാനുള്ളത്, ഇവിടെ ഈ രാഹുലിന്റെ കാര്യം പറഞ്ഞ ഒരു VD സതീശന്റെ ഒരു ആദ്യത്തെ പ്രസ്താവന ഉണ്ടല്ലോ, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അയാളുടെ ബോധ്യം ഇപ്പൊ എന്തായി? ഒന്ന്,
പിന്നെ രണ്ടാമത് വിശദീകരണം ചോദിക്കാതെ ഒരു മനുഷ്യനെ സസ്പെൻഡ് ചെയ്യാൻ ഇയാളുടെ തറവട്ട സ്വത്താണോ ഈ പാർട്ടി? പിന്നെ ഇയാളൊക്കെ ഭരണത്തിൽ കയറിയാൽ എന്തായിരിക്കും ശരി? ഞാൻ ആക്ച്വലി ഒരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ 72 വയസ്സുള്ള ആളാണ്. കോൺഗ്രസ്. അപ്പം ഒരു വിശദീകരണം ചോദിക്കാതെ എന്തു ആയിക്കോട്ടെ, വാട്ട് മേ ബി ദ ക്രൈം, അയാളുടെ അടുത്ത് ചോദിക്കണമെങ്കിൽ അയാളുടെ കൂടത്ത് നിന്ന് ഇത്ര നാളെ പണിത ആളുടെ എന്ത് പറ്റി എന്ന് ചോദിക്കാനുള്ള ഒരു സന്മനസ് അയാൾ കാണിക്കണ്ടേ? അതെ. ദെൻ സെക്കൻഡ്, ഒരു സ്ത്രീ ആരെങ്കിലും വന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിക്കാൻ എന്താ ഇയാളുടെ അറിവ് എന്താ? പിന്നെ ഈ സുധാകരനെ പോലുള്ള തൻ്റെ ഉള്ള ആള് കോൺഗ്രസ് ഇല്ലെങ്കിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഈ രാഹുല് മത്സരിക്കണം. അയാൾ ഒരു സ്വതന്ത്ര ഒരു മുന്നണി എന്നും പറഞ്ഞൊരു 10 മണ്ഡലത്തിലെങ്കിലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി, അതായത് ഈ കുറച്ച് ഈ കോൺഗ്രസിൽ അതിനെ എതിർക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, സ്ത്രീകളും ഉള്ള, അവരുടെ നോട്ടം വെച്ച് 10 മണ്ഡലത്തിൽ ഈ പുള്ളി സ്ഥാനാർത്ഥികൾ നിർത്തണം. ഈവൻ പാലക്കാട് തന്നെ മത്സരിക്കുകയും വേണം, നിർബന്ധം. അത് മത്സരിച്ചില്ലെങ്കിൽ ഇവനെ കോൺഗ്രസ്സുകാർ ഒതുക്കും, പിന്നെ രാഷ്ട്രീയ ഭാവി കളയും. അതെ, അത് യാതൊരു കാരണവശാലും ഇവൻ സമ്മതിക്കാൻ പാടില്ല. അടുത്തത് പറഞ്ഞാൽ ഈ ഒരു 10 മണ്ഡലത്തിലെങ്കിലും ഇവന്റെ പേരിൽ ഇവനെ മണ്ഡലത്തിൽ കയറി പോയി കഴിഞ്ഞാൽ ഇവന്മാര് വിറയ്ക്കും. അതെ, തന്നെ തിരിച്ചെടുക്കാറാകും, അവന് സീറ്റ് കൊടുക്കാറുമാകും. ഇത് ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അത് എന്തെങ്കിലും ആയിക്കോട്ടെ, അതായിക്കോട്ടെ. അപ്പം കോടതി ഉണ്ടെങ്കിൽ ഇവൻ തെറ്റുകാരാണ് വിധിക്കട്ടെ, തെറ്റുകാരാണ് ശിക്ഷിക്കട്ടെ, അതിലപ്പുറത്തേക്ക് പോകാൻ പാടില്ല. എനിക്ക് പറയാനുള്ളൂ. എൻ്റെ പേര് അമ്മിണി, ഞാൻ പത്തനാപുരത്തു നിന്നാണ്. എനിക്ക് ഈ വാർത്തയെല്ലാം കാണുമ്പോൾ എനിക്കങ്ങ് എന്താ പറയുന്നത്, മനസ്സിന് ഭയങ്കര വിഷമമാണ്. അതായത് ഈ പെണ്ണുങ്ങളെ ഇറക്കിക്കൊണ്ട് വരുന്നതിൻ്റെ ഗൂഢ ലക്ഷ്യം ഏത് മനുഷ്യർക്കും മനസ്സിലാവും. അത് ആദ്യത്തേത് തന്നെ പരാതി വരുന്നത് എപ്പോഴാ, ഇവനെ മാറ്റണമെന്നുള്ള പ്ലാൻ ഇവർ കെണിയ കെട്ടി ഉണ്ടാക്കിയ പിന്നല്ലയോ ഉണ്ടാക്കിയേ. അല്ലാതെ ബുദ്ധിയുള്ളവർക്ക് ഇതെല്ലാം മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അതൊന്നും അയച്ചുന്നില്ലെന്ന് കണ്ടപ്പോ അടുത്ത ഒരു പരാതി, അതും അയച്ചുന്നില്ലെന്ന് കണ്ടപ്പോ അടുത്ത കാനഡ പരാതി. ഈയിടെ ഇവനൊക്കെ ഉമ്മൻചാണ്ടിയെ തകർത്തത് അത് അന്നത്തെ ജനത്തിന് അത്രയും ബോധം വന്നില്ല, അതുകൊണ്ടാണ് തകർക്കേണ്ടി വന്നത്. അത് മനസ്സിലുള്ള ജനത്തിന്റെ മുഴുവനും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക്. അതുകൊണ്ട് ഒരിക്കലും ഈ പെണ്ണുങ്ങളെ ഈ വർഷങ്ങൾ കഴിഞ്ഞ് കെട്ടിയിറക്കുന്നത് ഇതിന്റെ കൂടെ ലക്ഷ്യം ഇവരെല്ലാം കൂടെ പുറകെ അണിയറെ മെനഞ്ഞിട്ട് തന്നെ പെണ്ണുങ്ങൾക്ക് കാശ് കൊടുത്തോണ്ട് ഇറക്കിയതാ. അവസാനം പെണ്ണുങ്ങളെ ഇറക്കിയതാ പറയാന്. അതല്ലാതെ ഒന്നുമല്ല. ഞാൻ അന്ന് പറഞ്ഞു എനിക്ക് രാഹുലിനെ ഒന്ന് കാണണമെന്ന്. എനിക്ക് നമ്പരില്ലാത്തതുകൊണ്ട് ഒന്ന് വിളിക്കാൻ പോലും പറ്റത്തില്ല. എന്റെ ദൈവമേ, എനിക്ക് ആ പയ്യന്റെ മുഖം കണ്ടാൽ, ആ ആസ്മിയുടെ പിന്നെ ഇതിനെ ഇരിക്കുമ്പോ അവന്റെ ഹൃദയം തകർന്നായിരിക്കുന്നത്. അവൻ പറയുന്നുണ്ടെങ്കിലും അവന്റെ മുഖത്ത് ഭയങ്കര വിഷമം. അപ്പൊ എനിക്കങ്ങ് കരച്ചിൽ വരുമായിരുന്നു ഇവൻ ഓരോന്ന് ചതഞ്ഞിട്ട് ചോദിക്കുമ്പോ. അപ്പൊ ഞാൻ പറയും, എടാ ഞാൻ എന്താ പറയുന്നത്, തെണ്ടിന്നാ വിളിക്കുന്നത്. എടാ തെണ്ടി, നിനക്ക് ഇവന്റെ മുന്നിലിരിക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ? അവനെ കാലും വെച്ച് പാവത്തിന്റെ അടുത്തിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ, വലിയ ആള് ചമഞ്ഞ്. നീ ഇവനെ പിന്നെ പിണറായി ആരാണെന്ന് ഞാൻ ആ മന്ത്രിയാകുന്നതിന് മുമ്പേ ഇവിടെ ഇലക്ഷന് വന്നപ്പോഴേ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പം അവിടെ ഒരു മനുഷ്യൻ, എന്നോട് അറിയാത്ത ഒരു മനുഷ്യൻ പറഞ്ഞു, കേട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ പറഞ്ഞു, ഇനി അടുത്തത് പിണറായി വന്നെങ്കിൽ കേരളം നശിക്കുവാണെന്ന് അയാൾ അന്ന് പറഞ്ഞത്. പിന്നെ അയാൾ മുഖ്യമന്ത്രിയായത്. അത്ര മനുഷ്യനായി ഇവന്. അവനോട് കൂടെ ചതീശന് അവന്റെ പന്നനെ അവനെ ഓടിച്ചിട്ട് തഴിക്കണം. ഇപ്പം വേണ്ട ഒരു ജാഥ നടത്തുന്നതിനകത്ത് പൊക്കിയെടുത്ത് കാണിക്കുന്നു.
അവന്റെ കഴുത്തെ കൊണ്ട് ഷാളിട്ട് കെട്ടിപ്പിടിച്ച് കാണിക്കുന്നു. അവനങ്ങ് മിടുക്കനാണെന്നുള്ള മട്ടില് മിടുക്കനാ. കുതിച്ചുയരുന്ന അല്ലെങ്കിൽ ഉദിച്ചുയരുന്ന പിള്ളേരെ ചവിട്ടി പാതാളത്തിലേക്ക് ഇട്ടിട്ട് അവന ഉയരുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.